എല്ലാവർക്കും കരിയർ മേക്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സഹകരണ സംഘം ബാങ്കുകളിൽ വന്നിട്ടുള്ള ഒഴിവിനെക്കുറിച്ചാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സഹകരണ സംഘം പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 7/2025 അസിസ്റ്റൻറ്റ് സെക്രട്ടറി. താഴെ പറയുന്ന സഹകരണ സംഘം ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമിക്കുന്നത്. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെയുമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത്. പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് www.cseb.kerala.gov.in ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ്. അടുത്തതായി ഒഴിവുകളുടെ എണ്ണവും ശമ്പള സ്കെയിലും പരിശോധിക്കുകയാണെങ്കിൽ കൊല്ലം താലൂക്ക് കോപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു വേക്കൻസിയാണ് ഉള്ളത്. അതും ജനറൽ കാറ്റഗറി. എല്ലാ വിഷയങ്ങളും സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 19,890 മുതൽ 52,480 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി ചൊവ്വര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു വേക്കൻസിയാണ്. അതും ജനറൽ കാറ്റഗറി. 23,310 മുതൽ 57,340 വരെ ശമ്പള സ്കെയിൽ ലഭിക്കുന്നതാണ്. അതുപോലെ പുതുനഗരം SCB ക്ലിപ്തം അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു വേക്കൻസിയാണ്. അതും ജനറൽ കാറ്റഗറി. 19,890 മുതൽ 52,480 വരെ ലഭിക്കുന്നതാണ്. അതുപോലെ എരമം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു വേക്കൻസി. അതും ജനറൽ കാറ്റഗറിയാണ്. 29,500 മുതൽ 69,250 വരെ ലഭിക്കുന്നതാണ്. അതുപോലെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ 1/1/2025 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകുന്നു. അതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ്. അതുപോലെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 40% അതിൽ കൂടുതലോ ഉള്ളവർക്ക്, അതായത് ഭിന്നശേഷി ഉള്ളവർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/4/2025 ആണ്. അപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി നമുക്ക് വീണ്ടും കാണാം.